അഴൽ മായണം, ഇരുൾ മായണം, മനസ്സിലെ രാമായണം. ആദികവി തൻ്റെ ആദ്യ കാവ്യത്തിലൂടെ ഒരു ജീവിതയാത്രയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു ജീവിത സഞ്ചാരം, ഏവരും മാതൃകയാക്കേണ്ട, ഒരു മനുഷ്യൻ മാതൃകയാക്കേണ്ട ഒരു സഞ്ചാരം. ആ സഞ്ചാരത്തിൽ രാമ രാമ എന്ന മന്ത്രം നിറഞ്ഞു നിൽക്കുന്നു. നിത്യാനന്ദ സ്വരൂപമായിരിക്കുന്ന ഏതൊരു ചിത് ബ്രഹ്മത്തിൽ യോഗികൾ രമിക്കുന്നുവോ അവിടെ പരബ്രഹ്മം രാമ എന്ന ശബ്ദത്താൽ വ്യവഹരിക്കപ്പെടുന്നുവെന്ന് പത്മപുരാണം പറയുന്നു. അതെ, വിഷ്ണു മന്ത്രത്തിൻ്റെ ജീവസ്വരമാണ് രാ, ശിവമന്ത്രത്തിൻ്റെ ജീവസ്വരമാണ് മാ. രണ്ടും ഒത്തുചേരുമ്പോൾ രാ മാ എന്നായിത്തീരുന്നു. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് തന്നെ രാ മായട്ടെ, രാമായണം. വിശ്വത്തെ ആനന്ദിപ്പിക്കുന്നവൻ രാമൻ, അഭിരമിപ്പിക്കുന്ന തേജസ്സോടു കൂടിയവൻ ശ്രീരാമൻ. ഹരിയും ഹരനും ബ്രഹ്മനും ചേരുന്ന ശബ്ദങ്ങൾ ഒത്തുചേരുമ്പോൾ രാമ എന്ന മന്ത്രം പരമേശ്വരൻ പോലും സദാ ജപിക്കുന്നു. എന്നാൽ രാമൻ രമയുടെ കാന്തനാണ്. രമയുടെ മനസ്സ് മൈഥിലിയുടെ മനോഗതമാണ് യഥാർത്ഥത്തിൽ രാമായുവാൻ കാരണമാകുന്നത്. രാമായണത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഒരു പ്രണയരംഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. രാമനും സീതയും വനവാസകാലത്ത് സ്വയം തീർത്ത ആശ്രമത്തിന് മുൻവശത്തായി ഇരിക്കുന്നു. ഈ സമയത്ത് രാമൻ പ്രണയലോലുപനായി സീതയോട് ചോദിക്കുന്നു, പുള്ളിമാൻ മിഴിയാളെ സീതേ, നിന്റെ ഉള്ളിൽ പ്രണയം തുള്ളുന്നുണ്ടോ? അനുരാഗവിവശയായ സീത, നീ കൂടെയുള്ളപ്പോൾ എങ്ങനെ പ്രണയം തുള്ളാതിരിക്കുമെന്നും എന്തു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളതെന്നും രാമനോട് ചോദിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാവനകൾ, കാമനകൾ ഈ നിലാവത്ത്, ഈ കാട്ടിൽ എത്ര മനോഹരമായി നമ്മൾക്ക് ഇവിടുത്തെ ജീവജാല പ്രകൃതങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു. ഞാൻ ലക്ഷ്മിയാണ്, നിൻ്റെ രമയാണ് എന്ന് സീത പറയുന്നു. ശ്രീരാമൻ ആനന്ദിക്കുന്നു. അതേസമയം ഘോരമായ വനത്തിലെ ക്രൂരന്മാരായ മൃഗങ്ങളുടെയും രാക്ഷസന്മാരുടെയും ഇടയിൽ അവർ വളരെ ശാന്തരായി സൗമ്യരായി അവരുടെ പ്രണയം കൈമാറുന്നു. കാണുക മൈഥിലി മനോഗതം. കാട്ടരുവി കുളിരലയിൽ നോക്കി നിൽപ്പൂ സീത, കാട്ടുകിളി പെണ്ണുമായി കൊക്കുരുമ്മി വാഗം. കാട്ടരുവി കുളിരലയിൽ നോക്കി നിൽപ്പൂ സീത, കാട്ടുകിളി പെണ്ണുമായി കൊക്കുരുമ്മി വാഗം. മയിലിണകൾ സരസരസം പീലി നീർത്തിയാടി, മയിലിണകൾ സരസരസം പീലി നീർത്തിയാടി, പീലി നീർത്തിയാടി. മയിലിണകൾ സരസരസം പീലി നീർത്തിയാടി, കളമധുര സ്വനമുതിർത്തു കുയിലിണകൾ പാടി, കളമധുര സ്വനമുതിർത്തു കുയിലിണകൾ പാടി, കുയിലിണകൾ പാടി, കുയിലിണകൾ പാടി. തീർ
കൂട്ടത്തോടെ നടപ്പൂ നിർഭയങ്ങൾ. മാൻകൂട്ടം മരച്ചോട്ടിൽ വിശ്രമിക്കുന്നു. കാടോ നാടിൻ്റെ പരിച്ഛേദം തന്നെ ഈ പ്രകൃതിയും. മുന്നിലായി രാമൻ, പിന്നിലായി സീതയും, അനുജനാം സൗമിത്രി നടക്കുന്നു കാവലായി ഇരുപേർക്കും. ആകാശചാരികളായ രാക്ഷസന്മാരെ കീഴ്പ്പെടുത്താൻ ആയുധവും കയ്യിലേന്തി രാമനുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം? നമ്മൾക്ക് എന്നും ഈ കാട് ഒരു കൊട്ടാരത്തിന് സമമല്ലേ എന്ന സീതയുടെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ അവടങ്ങൾ, ഗുഹകൾ, ആ ഗുഹകൾക്കുള്ളിലിരിക്കുന്ന സിംഹങ്ങളെക്കാൾ ക്രൂരത നാട്ടിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിലില്ലേ എന്നൊരു ധ്വനി ചിന്ത ഈ ഭാഗത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം. കാട്ടിനുള്ളിലെ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ, വിശന്നാലല്ലാതെ ഒരു ജീവജാലത്തിനെയും കൊല്ലുകയില്ലല്ലോ. നാട്ടിലെങ്ങനെയാണോ എന്തെല്ലാം ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ വച്ച് എതിരാളികളെ സൃഷ്ടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും നിർദാക്ഷിണ്യം പെരുമാറുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. കാട് തന്നെ കൊട്ടാരം.